അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുൻ സമുദായങ്ങൾ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ ധിക്കരിച്ചപ്പോൾ അല്ലാഹു തആല അവരെ നശിപ്പിച്ചതിൻ്റെ ചരിത്രങ്ങളാണ് പറയുന്നത്. വ ആദം വ സമൂദ വ അഹ്ലക്ന, നമ്മൾ ഹലാക്കാക്കി, നമ്മൾ നശിപ്പിച്ചു ആദ് ഗോത്രക്കാരെ, ഹൂദ് നബിയുടെ കൗമിനെയും, വ സമൂദ് ഗോത്രക്കാരെ, സ്വാലിഹ് നബിയുടെ കൗമിനെയും നമ്മൾ നശിപ്പിച്ചു. സമൂദ ബിസ്വർഫി വ തർക്കിഹി, സ്വർഫ് കൊണ്ടും സ്വർഫ് ഒഴിവാക്കി വയർ മുൻസരിഫായിട്ടും സമൂദൻ രണ്ട് ഖിറാഅത്തുണ്ട്. ബി മഅനൽ ഹയ്യി വൽ ഖബീലത്തി, സമൂദിന്റെ അവിടത്തേക്ക് മാത്രമുള്ള ഖിറാഅത്താണ് പറയുന്നത്. സമൂദ തൻവീനില്ലാതെ വയർ മുൻസരിഫായിട്ടും സമൂദൻ തൻവീനോടുകൂടെ മുൻസരിഫായിട്ടും ഖിറാഅത്തുണ്ട്. രണ്ടിനുമുള്ള കാരണങ്ങൾ പറയുകയാണ്. ബിമാനൽ ഹയ്യി വൽ ഖബീല, സമൂദ് എന്നത് അലമാണ്. അലമിന്റെ പുറമെ ഹയ്യ് എന്ന് പരിഗണിക്കുമ്പോൾ ഗോത്രം എന്നാണ് ഹയ്യ കബീല എന്നൊക്കെ പറഞ്ഞാൽ. അത് ഹയ്യ് എന്ന അർത്ഥത്തിൽ പരിഗണിക്കുമ്പോൾ അത് മുദക്കറാണ്. കബീല എന്ന് പറയുമ്പോൾ മുഅന്നസുമാണ്. അപ്പോൾ അതൊരു കബീലയാണല്ലോ, ഒരു കബീലയുടെ പേരല്ലേ എന്നുള്ള നിലക്ക് പേരുമാണ്. കബീല മുഅന്നസുമാണല്ലോ, മുഅന്നസായ ലഫ്ലാണ്. അപ്പോൾ തഅനീസും അലമിയത്തും ഉണ്ട്. ആ നിലക്ക് വയർ മുൻസരിഫ്. ഇനി ഹയ്യ് എന്ന അർത്ഥത്തിന് ഒരു ഹയ്യിന്റെ പേരാണല്ലോ, ഹയ്യ് എന്ന അർത്ഥത്തിനാവുമ്പോൾ മുദക്കറാണ്. അപ്പോൾ അലമിയത്ത് മാത്രമേ ഉള്ളൂ, വയർ മുൻസരിഫാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുഅന്നസുമാണ്, മുൻസരിഫാണ്. വഖദ് തബയ്യന ലക്കും, നിശ്ചയം നിങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ഇഹ്ലാക്കുഹും, അവരെ നശിപ്പിക്കപ്പെട്ട വിവരം നിങ്ങൾക്ക് വെളിവായിട്ടുണ്ട്, വ്യക്തമായിട്ടുണ്ട്. മിൻ മസാകിനിഹിം, അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമാകുന്നുണ്ട്. അവരുടെ നാടുകളിലും വീടുകളിലും നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, അതിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കത് വെളിപ്പെടുന്നുണ്ട്. ബിൽ ഹജരി വൽ യമൻ, യമനിലും ഹജറിലൊക്കെ ഉള്ള അവരെ നാടുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ നശിപ്പിച്ച കാര്യം ബോധ്യപ്പെടുന്നുണ്ടല്ലോ എന്ന് അല്ലാഹു തആല മക്കക്കാരോട് പറയുകയാണ്. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും, അവർക്ക് ശൈത്താൻ അവരുടെ പ്രവർത്തനങ്ങൾ അഴകായി തോന്നിപ്പിച്ചു, കാണിച്ചു കൊടുത്തു, ഭംഗിയായി തോന്നിപ്പിച്ചു. അത് തന്നെയാണ് ശരി എന്ന് തോന്നിപ്പിച്ചു. ഇത് ഇന്നും കുഫാറുകളുടെയും ബിദഅത്തിന്റെ ആളുകളുടെയൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അവർ വിശ്വസിക്കുന്നത് തന്നെയാണ് ശരി. എല്ലാവരുടെയും വിശ്വാസം അതാണ്. പക്ഷെ മറ്റുള്ള ആളുകൾ അത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർ തയ്യാറാവൂല. എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ? മിനൽ കുഫ്രി വൽ മഅസി, കുഫ്റുകളും മഅസിയത്തുകളും ശൈത്താൻ അവർക്ക് ഭംഗിയായി തോന്നിപ്പിച്ചു. അങ്ങനെ ഫസ്വദ്ദഹും, ശൈത്താൻ അവരെ തടഞ്ഞു. അനിസ്സബീലി, അസ്സബീലിനെ തൊട്ട് തടഞ്ഞു. ഐ സബീലിൽ ഹഖി, നേർമാർഗത്തെ സത്യമായ വഴിയെയും വിട്ട് ശൈത്താൻ അവരെ തടഞ്ഞു. വകാനു, അവരായിരുന്നു മുസ്തബ്സിരീന ദബീ ബസ്വായിറ, നല്ല ബുദ്ധിയുള്ള ആളുകളായിരുന്നു, പക്ഷേ അവർ ചിന്തിച്ചില്ല. വഅഹ്ലക്ന, നമ്മൾ ഹലാക്കാക്കി. ഖാറൂന വ ഫിർഔന വ ഹാമാന, ഖാറൂനെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃവ്യ പുത്രനാണ് ഖാറൂൻ. വ ഫിർഔന വ ഹാമാന, ഫിർഔനെ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഹാമാൻ ഫിർഔന്റെ അടുത്ത മന്ത്രിയായിരുന്നു. ഇവരെ മൂന്ന് പേരെയും നമ്മൾ നശിപ്പിച്ചു. ഏത് സ്ഥിതിയിൽ? വല്ലാഹി ലഖദ് ജാഅഹും, അവരിലേക്ക് കൊണ്ടുചെന്നിട്ടുണ്ട്. മിൻ ഖബ്ലു, അവരെ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുചെന്നിട്ടുണ്ട്. ബിൽ ബയ്യിനാത്തി അൽ ഹുജജിൽ ലാഹിറാത്തി, വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, മുഅ്ജിസത്തുകളൊക്കെ. പക്ഷെ അവർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെ അല്ലാഹു തആല നശിപ്പിച്ചു. ഫസ്തക്ബറു, പക്ഷെ അവര് അഹങ്കരിച്ചു. ഫിൽ അർളി, അവരുടെ ഈജിപ്ത് എന്ന നാട്ടിൽ അവർ അഹങ്കരിച്ചു. വമാ കാനു സാബിഖീന, അങ്ങനെ അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. വമാ കാനു, അവരായില്ല. സാബിഖീന, വിജയിക്കുന്നവരായില്ല. അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. ഫായിത്തീന അദാബന, നമ്മുടെ അദാബിനിക്ക് അവർ മിസ്സായില്ല, നഷ്ടപ്പെട്ടില്ല, ഫൗത്തായില്ല. അദാബിൽ അവർ അകപ്പെട്ടു. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഈ പറയുന്ന ആയത്ത് മുൻ ഉമ്മത്തുകളെ മൊത്തം ഉൾക്കൊള്ളിക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങളിലേക്കുള്ള, അതെല്ലാം ചുരുങ്ങിയ രീതിയിൽ വിവരിക്കുന്ന ഒരായത്താണ്. നൂറ്റാണ്ടുകളോളം ജീവിച്ചിരുന്ന മനുഷ്യ തലമുറയിലെ സംഭവങ്ങളിലേക്ക് അല്ലാഹു തആല ചുരുങ്ങിയ രീതിയിൽ സൂചന നൽകുകയാണ്. ഫകുല്ലം മിനൽ മദ്കൂരീന, പറയപ്പെട്ട എല്ലാ വിഭാഗക്കാരെയും ആളുകളെയും അഖദ്നാ ബിദംബി,
അഖദ്ന അവരെ നമ്മൾ പിടികൂടി അവരെ ശിക്ഷിച്ചു ബിദംബിഹി അവരുടെ തെറ്റുകുറ്റങ്ങൾ കാരണം കൊണ്ട്. എന്തൊക്കെയായിരുന്നു വിഭാഗങ്ങൾ, എങ്ങനെയൊക്കെയായിരുന്നു അവർക്ക് ശിക്ഷ വന്നത്? ഫമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ അർസൽന അലൈഹി ഹാസിബ, ചുടുകല്ലുള്ളതായ ശക്തമായ കാറ്റ് അയച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഫമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ ഒരുത്തർ അർസൽന അലൈഹി അവരുടെ മേൽ നമ്മൾ അയച്ചു ഹാസിബൻ റീഹൻ ആസിഫത്തൻ ഐ ശദീദത്തൻ അതിശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ്. വെറും കാറ്റല്ല, ഫീഹ ഹസ്ബാഉ ഹസ്വാത്ത് അങ്ങനെയുണ്ട്. ഏതായാലും ചുടുകല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ, ചരൽ കല്ലുകൾ, ചുട്ട് പഴുപ്പിച്ച കല്ലുകളുള്ളതായ അതിശക്തമായ കാറ്റുകൾ അയച്ച് നശിപ്പിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. കൗമി ലൂത്ത് നബിയുടെ കൗമിനെ പോലെ. വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ, വലിയ അട്ടഹാസം പിടികൂടിയ ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്, സമൂദ് ഗോത്രക്കാരെ പോലെ. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, വമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ ഒരുത്തൻ ഖസഫ്നാ ബിഹി അവനെ നമ്മൾ താഴ്ത്തിക്കളഞ്ഞു, അൽ അർദ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്, ഖാറൂനെ പോലെ. വമിൻഹും മൻ അഗ്റഖ്ന, നമ്മൾ മുക്കി നശിപ്പിച്ച കൂട്ടരും അവരുടെ കൂട്ടത്തിലുണ്ട്, നൂഹ് നബിയുടെ കൗമ്, ഫിർഔനും അവന്റെ കൗമും. ഇവരൊക്കെ നമ്മൾ നശിപ്പിച്ചു. ഇതെല്ലാം അവരുടെ തെറ്റുകുറ്റം കാരണം കൊണ്ടാണ്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അല്ലാഹു തആല ഒരിക്കലും അവരോട് അതിക്രമം കാണിക്കുന്നവനോ ദുൽമു ചെയ്യുന്നവനായിട്ടില്ല. അങ്ങനെ ഫയുഅദിബഹും ബിഗൈരി ദംബിൻ, അതിക്രമം കാണിക്കുന്നവനാണെങ്കിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ വെറുതെ ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ വെറുതെ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ നിരപരാധികളായ ആളുകളെ ശിക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല ദുൽമു ചെയ്യുന്നവനല്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവർ അവരുടെ സ്വന്തം നഫ്സുകളോട് ദുൽമു ചെയ്യുന്നവരായിരുന്നു. ബിർത്തികാബി ദംബ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് സ്വന്തം നഫ്സിനോട് അവർ ദുൽമു ചെയ്തവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല അവരെ നശിപ്പിച്ചത്. ഒരു ദുൽമുമില്ലാതെ നിരപരാധികളായ ആളുകളെ നശിപ്പിച്ചതല്ല. മക്കക്കാരെ, ഇതേ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാത്ത വിഗ്രഹങ്ങളെ രക്ഷിതാക്കളും ഔലിയാക്കളുമായിട്ട് കാണുന്ന ആളുകളുടെ അവസ്ഥ അല്ലാഹു തആല ഒരു ഉപമയിലൂടെ വിവരിക്കുകയാണ്. വിഗ്രഹങ്ങൾ ഉപകാരം ചെയ്യും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ ചിലന്തി വലയോട് അല്ലാഹു തആല ഉപമിക്കുകയാണ്. ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ വീട്ടിൽ വെയിലും മഴയും തണുപ്പും ചൂടൊന്നും ഏൽക്കാതിരിക്കാൻ ആ വീട് നിർമ്മിക്കുന്നത്. പക്ഷെ ചിലന്തിയുടെ വീട് ചിലന്തി വലയാണ്. ആ ചിലന്തി വല വീടിന്റെ ഉപകാരങ്ങളൊന്നും ചിലന്തിക്ക് നൽകില്ലല്ലോ. അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. ഇവര് വിഗ്രഹങ്ങളെ വലിയകളായിട്ട് യജമാനന്മാരായിട്ട് കാണുകയാണ്. അവർ വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുമെന്ന വിശ്വാസത്തിൽ. പക്ഷെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈതൻ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ ഇന്നല്ലാഹ യഅലമു മാ യദ്ഊന മിൻ ദൂനിഹി മിൻ ശൈഇൻ വഹുവൽ അസീസുൽ ഹകീം. وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. خلق الله السماوات والأرض بالحق إن في ذلك لآية للمؤمنين. أتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. ولا تجادلوا أهل الكتاب إلا بالتي هي أحسن إلا الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا وإلهكم واحد ونحن له مسلمون. മസലുല്ലദീന ഇത്തഖദു, മസലുല്ലദീന യാതൊരുത്തരുടെ വിശേഷണം, അവരുടെ അവസ്ഥ, അവരുടെ ഉപമ എങ്ങനത്തെ ഒരുത്തർ ഇത്തഖദു അവരാക്കി മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ വിഗ്രഹങ്ങളെ അവരാക്കി ഔലിയാക്കളാക്കി മാറ്റി. ഐ അസ്നാമൻ, വിഗ്രഹങ്ങളെ ഔലിയാക്കളും വലിയകളായിട്ട് കാണുന്ന, രക്ഷിതാക്കളായിട്ട് സഹായികളായിട്ട് കാണുന്ന ആളുകളുടെ അവസ്ഥ. യർജുന, അവർ പ്രതീക്ഷിക്കുന്നു, നഫ്അഹ, ആ വിഗ്രഹങ്ങൾ ഇവർക്ക് വേണ്ട നഫ്അകളും ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിനെ മാറ്റിയിട്ട് വലിയായിട്ട് ഉപകാരം ചെയ്യുന്നവനും സഹായങ്ങളും ചെയ്യുന്നവനായിട്ട് വിഗ്രഹങ്ങളെ കാണുന്ന അവരുടെ അവസ്ഥ കമസലിൽ അങ്കബൂത്തി, ഒരു ചിലന്തിയുടെ അവസ്ഥ പോലെയാണ്. ഈ
പ്രയോഗം ഇവിടെ വന്നതുകൊണ്ടാണ്, ചിലന്തിയെ കുറിച്ച് ഇവിടെ പറയുന്നതുകൊണ്ടാണ് ഈ സൂറത്തിന് അങ്കബൂത്ത് എന്ന് പേര് വന്നത്. എങ്ങനത്തെ എട്ടുകാലി? ഇത്തഹദത്ത് ബൈത്ത, അതൊരു വീടുണ്ടാക്കി. ലിനഫ്സിഹ, അതിന് വേണ്ടിയിട്ട്, അതിന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കി. ആ ചിലന്തി അഭയം തേടും, ചെന്നുകൂടും, ഇലഹി, ആ വീട്ടിലേക്ക്. അപ്പൊ അതിന് ചെന്നുകൂടാനും അഭയം പ്രാപിക്കാനും ഒരു വീടുണ്ടാക്കി. വഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അങ്കബൂത്ത്, വഇന്ന ഔഹനൽ ബുയൂതി അൽഅഫുൽ ബുയൂതി, വീടുകളിൽ ഏറ്റവും ബലഹീനമായ വീട് ലബൈത്തുൽ അങ്കബൂത്ത്, അങ്കബൂത്തിന്റെ വീട് തന്നെയാണല്ലോ. ലാ യദ്ഫഉ, ആ വീട് തടുക്കുകയില്ല, അൻഹ, ചിലന്തിയെ തൊട്ട്, ഹർറൻ, ചൂടിനെയോ, വല ബർദൻ, തണുപ്പിനെയോ തടുക്കുകയില്ല. അഥവാ ആ വീട് കൊണ്ട് വീടിൻ്റെതായ ഉപകാരങ്ങൾ ചിലന്തിക്കില്ല. കദാലിക്കൽ അസ്നാം, അതുപോലെ തന്നെയാണ് വിഗ്രഹങ്ങളുടെയും സ്ഥിതി. ലാ തൻഫഉ, ആ വിഗ്രഹങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കില്ല. ആബിദീഹ, വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്ന ആളുകൾക്ക് ആ വിഗ്രഹങ്ങൾ ഒരു ഉപകാരവും ചെയ്യില്ല. ലൗകാനു യഅലമൂന, അവർ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ദാലിക, ഈ കാര്യം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ അബദൂഹ, അവർ ആ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കൂലായിരുന്നു. അപ്പൊ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, യഅലമു, അല്ലാഹു അറിയുന്നവനാണ്, മാ, യാതൊന്നിനെ, ബിമാന അല്ലദി, അല്ലതിന്റെ മാനാക്കാണ് മാ മൗസൂലയാണെന്ന് അറിയിക്കാനാണ് മുഫസ്സിർ റഹ്മത്തുള്ളാഹി അങ്ങനെ എടുത്തത്. എങ്ങനത്തെ ഒന്ന്? യദ്ഊന, യദ്ഊനന്റെ തഫ്സീർ നോക്കൂ. യഅ്ബുദൂന, അവർ ഇബാദത്തെടുക്കും. ബിൽ യാഇ വത്താഇ, യാ കൊണ്ടും താ കൊണ്ടും ഖിറാഅത്തുണ്ട്. തദ്ഊന, അങ്ങനെയാകുമ്പോൾ നേർക്ക് നേരെ മക്കക്കാരോട് ഖിതാബാണ്. നിങ്ങൾ ഇബാദത്തെടുക്കുന്ന വസ്തുക്കൾ, മിൻ ദൂനിഹി ഐ വൈരിഹി, അള്ളാഹുവിനെ കൂടാതെ, ഐ വൈറഹു, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ ഇബാദത്ത് എടുക്കുന്നുണ്ട്. ആ വസ്തുക്കളെ, അതെന്താണ്? മിൻ ഷൈഇൻ, എന്ത് വസ്തുവായാലും. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ അല്ലെങ്കിൽ അവർ ഇബാദത്ത് എടുക്കുന്ന ഏത് വസ്തുവിനെയും അള്ളാഹു തആലക്കറിയാം. അതൊക്കെ അള്ളാഹു തആലാന്റെ പടപ്പുകളാണ്, മഖ്ലൂക്കുകളാണ്. അവരൊന്നും മഅബൂദുകളാവാൻ, ഇലാഹുകളാകാൻ യോഗ്യരല്ല. ഖാലിഖിനിക്ക് ഇബാദത്തിനിക്ക് അർഹതയുള്ളൂ. വഹുവൽ അസീസു, അല്ലാഹു തആല അൽ അസീസു ഫീ മുൽക്കിഹി, അവന്റെ ഭരണത്തിൽ അവൻ പ്രതാപമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ്. അൽ ഹകീമു ഫീ സുൻഇഹി, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹിക്മത്തുള്ളവനാണ്. ഇങ്ങനെ വിഗ്രഹാരാധകർക്ക് അതിൻ്റെതായ സൗകര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുക്കുന്നതിന്റെ പിന്നിലൊക്കെ ഹിക്മത്തുണ്ട്. ഇവിടെ യദ്ഊന, ദഅ യദ്ഊ എന്നതിനിക്ക് എന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ക്ഷണിക്കുക, വിളിക്കുക, ദുആ ചെയ്യുക, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അതിൽ സാധാരണ രീതിയിൽ ഇത്തരം പ്രയോഗങ്ങളിൽ സാധാരണ വരാറുള്ളത് യദ്ഊനക്ക് യഅ്ബുദൂന എന്ന അർത്ഥമാണ്. മുഫസ്സിർ റഹ്മത്തുള്ളാഹി അങ്ങനെയാണ് തഫ്സീർ പറയാറുള്ളത്. അത് ഫിറ്റായ അർത്ഥവുമാണ്. എന്നാൽ വേറെ ചില മുഫസ്സിരീങ്ങൾ പേര് പറയുക എന്നും യദ്ഊനക്ക് അങ്ങനെ അർത്ഥമുണ്ട്. പേര് വിളിച്ചു. ആ അർത്ഥപ്രകാരം അള്ളാഹു യഅലമു മാ, ഒരു വസ്തുക്കളെ അള്ളാഹ്ക്ക് അറിയാം. എങ്ങനത്തെ വസ്തു? യദ്ഊന, മക്കക്കാർ പേര് വിളിക്കുന്നു. മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, മിൻ ഷൈഇൻ, ഏത് വസ്തുവാണെങ്കിലും അവർ പേര് വിളിക്കുന്നു. ഇലാഹൻ, ആലിഹത്തൻ എന്ന രണ്ടാം മഫ്ഊൽ കളയപ്പെട്ടു. അങ്ങനെയാവുമ്പോൾ ഇലാഹുകൾ എന്ന് പേര് വിളിക്കുന്ന, ഇലാഹുകളായിട്ട് അവർ കാണുന്ന വസ്തുക്കളെ, അതൊക്കെ അള്ളാഹു തആലക്ക് ശരിക്കറിയാം. ഇവിടെ വലിയൊരു കൃത്രിമം തഫ്സീറുകളിൽ നടത്തിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് യദ്ഊന എന്ന ഫിഅലിനിക്ക് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊരു അർത്ഥം കൊടുത്തിട്ട് മഹത്തുക്കളായ ആളുകളോട് വിശ്വാസികൾ നബി തങ്ങളുടെ കാലം മുതലേ നടത്തി വരുന്ന സഹായാഭ്യർത്ഥനയെ ശിർക്കാക്കി മാറ്റാൻ, കുഫ്റാക്കി മാറ്റാൻ ഒരു വിഭാഗം തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. യദ്ഊന, ദഅ യദ്ഊ എന്ന ഫീലിക്ക് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊരു സങ്കര ഇനം അർത്ഥം ഭാഷാഗ്രന്ഥങ്ങളിൽ എവിടെയില്ല. വിളിക്കുക എന്ന അർത്ഥമുണ്ട്, പ്രാർത്ഥിക്കുക എന്ന് രണ്ടും വേറെ വേറെ അർത്ഥങ്ങളുണ്ട്. രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരർത്ഥം സുന്നികളുടെ മേലെ ശിർക്ക് ആരോപിക്കാൻ വേണ്ടിയിട്ട് വഹാബികൾ മെനഞ്ഞുണ്ടാക്കിയ ഒരു അർത്ഥമാണ്. മുഫസ്സിരീങ്ങളൊന്നും അങ്ങനെ ഒരു അർത്ഥം പറയുന്നില്ല. മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് ഒന്നുകിൽ ഇബാദത്ത് എടുക്കുക, അല്ലെങ്കിൽ പേര് പറയുക. വിഗ്രഹങ്ങളാണല്ലോ ഇവിടെ ഉദ്ദേശം. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊക്കെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുണ്ടോ അതൊക്കെ, അതിനൊക്കെ ഇലാഹെന്ന് പേര് പറയുന്നവർ, ഇലാഹെന്ന് വിളിക്കുന്നവർ എന്നാണ്. ഓക്കെ. വതിൽക്കൽ അംസാലു, ഇത്തരം മസലുകൾ, ഉപമകൾ, ഫിൽ ഖുർആനി, ഖുർആനിലുള്ള ഈ മസലുകൾ, നദ്രിബുഹ, നമ്മൾ ആ മസലുകളൊക്കെ ആക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. നജഅലുഹ, അതിനൊക്കെ നമ്മൾ വെളിപ്പെടുത്തിയിട്ട് ആക്കി കൊടുക്കുന്നു. ലിന്നാസി, മനുഷ്യർക്ക് നമ്മൾ അതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പക്ഷേ വമാ യഅഖിലുഹ ഐ യഫ്ഹമുഹ, ആ മസലുകളും അതിൽ നിന്ന്
ഉൾക്കൊണ്ടേണ്ട പാഠങ്ങളെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇല്ലൽ ആലിമൂന, ചിന്തിക്കുന്ന മുതദബ്ബിരീങ്ങളായ ആളുകൾ ഒഴികെ. തദബ്ബുർ, ചിന്തയുള്ള ആളുകളല്ലാതെ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അള്ളാഹു തആലയ്ക്ക് ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ. ഈ വിഗ്രഹങ്ങളൊന്നും, അള്ളാഹുവിന് പുറമെ ഇവർ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ഇവർ ഇലാഹുകളെന്ന് വിശേഷിപ്പിക്കുന്നു. ഇവർ വിശ്വസിച്ച് പേര് വിളിക്കുന്ന ഇലാഹുകൾക്കൊന്നും ഇബാദത്തിന് അർഹതല്ല, അവർക്കൊന്നും ഒരു ഉപകാരം ചെയ്യാനും സാധ്യമല്ല എന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഇത്തരം ഉപമകളിലൂടെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും അവർ ചിന്തിക്കുന്നില്ല. അള്ളാഹു തആല മാത്രമാണ് ഇബാദത്തിന് അർഹൻ. കാരണം ഖലഖല്ലാഹു സമാവാതി വൽ അർള, ആകാശഭൂമികളെല്ലാം പടച്ചവൻ അള്ളാഹുവാണ്. ബിൽ ഹക്കി ഐ മുഹിക്കൻ, സത്യസന്ധമായിട്ട്, ഹക്കിനോട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിലൊക്കെ ഒരുപാട് ഹക്കായ കാര്യങ്ങളുണ്ട്. ഹക്കിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആകാശങ്ങളെയും ഭൂമിയൊക്കെ പടച്ചവൻ അള്ളാഹുവാണ്. അതിലുള്ള വസ്തുക്കളെയും പടച്ചവൻ അവനാണ്. ആ അള്ളാഹ് പടച്ച വസ്തുക്കളെ ഇലാഹുകളാക്കി മാറ്റുന്ന ആളുകൾ. ഇന്ന ഫീ ദാലിക ലആയ, നിശ്ചയം ഈ കാര്യത്തിലൊക്കെ ഉണ്ട്, ലആയത്തൻ, ഒരുപാട് തെളിവുകളുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ദാലത്തൻ അലാ ഖുദ്റതിഹി തആല, അല്ലാഹു തആലാന്റെ അപാരമായ ഖുദ്റത്തിന്റെ മേൽ അറിയിക്കുന്ന വലിയ തെളിവ് അല്ലാഹു തആലാന്റെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. ആർക്ക് തെളിവുണ്ട്? ലിൽ മുഅ്മിനീന, മുഅ്മിനീകളായ ആളുകൾക്ക് തെളിവുണ്ട്. അല്ലാത്ത ആളുകൾക്ക് തെളിവല്ലേ? അല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവർ ചിന്തിക്കില്ല. അതാ ഖുസ്സു ബിദ്ദിക്രി, ഖുസ്സു മുഅ്മിനീങ്ങളെ പ്രത്യേകമാക്കപ്പെട്ടു, ബിദ്ദിക്രി പറയൽ കൊണ്ട്. മുഅ്മിനീങ്ങൾക്ക് എന്ന് പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് ആയത്താണെന്ന്. എന്താ അവരെ മാത്രം പറയാൻ കാരണം? ലിഅന്നഹും, അവരാണ് അൽ മുന്തഫിഊന ബിഹാ, ഈ ആയത്ത് കൊണ്ട് ഉപകരിക്കുന്നവർ. ഫിൽ ഈമാനി, ഈമാനിൽ അവർക്കാണ് ഈ ആയത്തുകളൊക്കെ ഉപകരിക്കുക. ഖിലാഫിൽ കാഫിരീന, കാഫിരീങ്ങൾക്ക് മാറ്റമായിട്ട് അവർ ചിന്തിക്കില്ല, അതുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവില്ല. മുഅ്മിനീങ്ങൾ ഇതൊക്കെ ചിന്തിച്ച് അള്ളാഹുവിന്റെ ഖുദ്റത്തിലൊക്കെ വിശ്വാസം കൂട്ടി വർദ്ധിപ്പിക്കും. ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി, ഉത്ലു തലായത്തുലു തിലാവത്ത്, നബിയെ അങ്ങ് പാരായണം ചെയ്യുക. മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, അങ്ങയിലേക്ക് വഹ്യിറക്കപ്പെട്ടതായ ആ കിതാബിനെ അങ്ങ് പാരായണം ചെയ്യുക. മാ ഒന്നിനെ, എങ്ങനത്തെ ഒന്ന്? ഊഹിയ, അതിനെ വഹ്യായിട്ട് ഇറക്കപ്പെട്ടു, ഇലൈക അങ്ങിലേക്ക്. ആ ഒന്നെന്താ? അതിന് ബയാൻ. മിനൽ കിതാബി അൽ ഖുർആൻ. അപ്പൊ അങ്ങയിലേക്ക് വഹ്യായിട്ട് നമ്മൾ അവതരിപ്പിച്ചെന്ന ഖുർആനിനെ അങ്ങ് പാരായണം ചെയ്യുക. തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം നടത്തുക. വ അഖിമിസ് സ്വലാ, അങ്ങ് നിസ്കാരത്തെ ചൊവ്വാക്കുക, കൃത്യമാക്കുക, ശരിയായ രീതിയിൽ നിത്യമായി നിസ്കരിക്കുക. കാരണം ഇന്ന സ്വലാത്ത, നിസ്കാരം എന്നത് തൻഹ, നിസ്കാരം തടയും, നഹി ചെയ്യും, അനിൽ ഫഹ്ശാഇ, നികൃഷ്ടമായ അശ്ലീലമായ കാര്യങ്ങളെ തൊട്ടും, വൽ മുങ്കരി ശർഅൻ, ശർഅൻ വിലക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ടും നിസ്കാരം മനുഷ്യനെ തടയും. ശരിയായ നിസ്കാരമാണെങ്കിൽ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണെങ്കിൽ, അത് ശരിയായ രീതിയിൽ നിർവഹിക്കുകയാണെങ്കിൽ ആ നിസ്കാരം തന്നെ ഇവനെ തെറ്റുകുറ്റങ്ങളിലേക്ക് പോവലിനെ തടയും. ഐ മീൻ ഷഅ്നിഹ, നിസ്കാരത്തിന്റെ ഷഅ്നിൽപ്പെട്ടതാണ്, നിസ്കാരത്തിന്റെ പൊതു സ്ഥിതിയിൽപ്പെട്ടതാണ് ദാലിക, തെറ്റുകുറ്റങ്ങളിൽ നിന്നും തടയുക എന്നത്. മാദാമൽ മർഉ ഫിഹ, ഒരു വ്യക്തി നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു തഫ്സീറാണ്. നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റിനെ തൊട്ട് തടയും എന്ന് മാത്രമല്ല, അല്ലാത്ത സമയത്തും നിസ്കരിക്കുന്ന ആളുകൾ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകില്ല. നിത്യമായി നിസ്കരിക്കുന്ന ആളുകൾ, അത് നിസ്കാരമാണെങ്കിൽ. അതുകൊണ്ട് നബിയെ അങ്ങ് നിസ്കാരം കൃത്യമായി ശരിയായ രീതിയിൽ തന്നെ നിസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, ഇവരുടെ നിഷേധങ്ങളൊന്നും അങ്ങേ തളർത്തരുത്. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹു തആലയുടെ സ്മരണ, അള്ളാഹുവിനെ സ്മരിക്കലാണ് അക്ബറു മിൻ ഗൈരിഹി മിന ത്വആത്ത്, അതല്ലാത്ത എന്തെല്ലാം ത്വഅത്തുകളുണ്ടോ ആ ത്വഅത്തുകളെക്കാളൊക്കെ ഏറ്റവും മഹത്വമായത് അള്ളാഹുവിന്റെ ദിക്റാണ്, അള്ളാഹുവിന്റെ സ്മരണ. ഇമാം നവവി തങ്ങളുടെ അദ്കാറിൽ ദിക്റുകളുടെ മഹത്വമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, അല്ലാഹു തആല യഅലമു, അവൻ അറിയുന്നവനാണ്, മാ തസ്നഊന, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല അറിയും. ദിക്റായാലും തിലാവത്തായാലും നിസ്കാരമായാലും ഇനി തെറ്റുകുറ്റങ്ങളായാലും എല്ലാം അല്ലാഹു തആല അറിയുന്നവനാണ്. അതൊന്നും പാഴായി പോവുകയില്ല. ഫൈജാസികും ബിഹി, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് അതിന് കൃത്യമായ ജസ നൽകും, പ്രതിഫലം നൽകും. തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് മഗ്ഫിറത്ത് കിട്ടിയില്ലേ, ശിക്ഷയും ഉണ്ടാവും. അപ്പൊ ദിക്ർ ഖൽബുകൊണ്ടുള്ള ദിക്റാണ് അഫ്ളൽ. നാക്ക് കൊണ്ടും അഅ്ളാകളെ കൊണ്ടും അവയവങ്ങളെ കൊണ്ടൊക്കെ ദിക്ർ ഉണ്ടാവുമെന്നൊക്കെ അദ്കാറിൽ നമ്മൾ പഠിച്ചുവല്ലോ. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്റാണ് ഏറ്റവും മഹത്തമായത്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അവനെക്കുറിച്ച് ചിന്തിക്കുക.
അവനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. ഏത് കാര്യത്തിലും അവനെ സ്മരിക്കുക. ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പറയുക. ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. ഇത് അവന് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ, ഞാനിത് ചെയ്താൽ അവനിക്ക് പറ്റുമോ ഇല്ലയോ, ഞാൻ ഈ വാക്ക് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ, അവൻ അനുവദിച്ചതാണോ അല്ലയോ എന്ന്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ചിന്തിച്ച് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ കുദ്റത്തുകളും മറ്റൊക്കെ മനസ്സിലാക്കുക. ഇതാണ് അക്ബറു. ഇനി ഇതുവരെ മക്ക മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇനി അഹ്ലു കിതാബികൾ. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാർ, മുൻ വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത ക്രിസ്തീയ വിഭാഗം, അവരോട് പെരുമാറേണ്ട രീതി, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട രീതിയും മറ്റൊക്കെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.